ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കമന്റ് ബോക്സുകളിൽ നിരന്തരം വരുന്ന ഒരു കമന്റ് ആണ് മല്ലു എക്സ്പ്ലെയിനർ ഡിമോണ്ടി കോളനി 2 അത് ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും ചെയ്യും, കാരണം അത്രയും കിടിലൻ മൂവി, അതെങ്ങനെ ഞാൻ പറയാതിരിക്കുക. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഡിമോണ്ടി കോളനി വന്നിട്ടുള്ള ഒരു ഹൊറർ മൂവി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ രണ്ടാം ഭാഗം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ പടാണ് ഡിമോണ്ടി കോളനി 2. അതിന്റെ കഥ മനസ്സിലാകണമെങ്കിൽ ആദ്യ ഭാഗത്തിന്റെ കഥ കേൾക്കണമെന്ന് ഒരു ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ചെന്നൈയിൽ ഉപയോഗിക്കാത്ത പഴയൊരു വലിയ ബംഗ്ലാവ് ഉണ്ട്, അതിന്റെ പേരാണ് ഡിമോണ്ടി കോളനി. അതിലേക്ക് 4 സുഹൃത്തുക്കൾ പോവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡിമോണ്ടി എന്ന സാഹിബിന്റെ നെക്ലേസ് ഇവരെടുക്കുകയാണ്. പിന്നീട് ഇവർ 4 പേരും വീട്ടിലേക്ക് വന്ന സമയത്ത് ആ വീട് പൂർണ്ണമായിട്ടും അടഞ്ഞുപോയി. ആ രാത്രിയിൽ തന്നെ ഇവരെ 4 പേരെയും അതിക്രൂരമായിട്ട് ഡിമോണ്ടി എന്ന് പറഞ്ഞ ആ സാഹിബിന്റെ പ്രേതം വന്ന് കൊല്ലുകയാണ്. ആ മാല എടുക്കുന്ന ആളുടെ പിന്നാലെ ആ ശാപം ഡിമോണ്ടി എന്ന ആത്മാവ് വരും. അതുപോലെ 4 ചെറുപ്പക്കാർ ആ മുറിയിൽ വെച്ച് മരണപ്പെട്ടു എന്ന് പറയുന്നില്ലേ, ആ 4ൽ 3 പേരെ അതിൽ വെച്ച് മരണപ്പെട്ടുള്ളൂ. ഒരാൾ ആ മുറിയുടെ പുറത്ത് വെച്ചാണ് മരണപ്പെടുന്നത്. അവന്റെ പേര് ശ്രീനിവാസ് എന്നാണ്. അപ്പൊ ഈ ശ്രീനിവാസ് റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് ചാടിയപ്പോൾ ഈ കോൺക്രീറ്റിന്റെ മുകളിലായിട്ട് കമ്പികൾ ഉണ്ടാവുമല്ലോ, സോ അതിന്റെ മുകളിലേക്ക് അവൻ ചെന്ന് വീണു. വയറ്റിലേക്ക് ഒരു 3 കമ്പി കുത്തിക്കയറി. എന്നാൽ അവൻ മരണപ്പെട്ട് അവന്റെ ആത്മാവ് പുറത്ത് വന്നപ്പോഴും അവന് മനസ്സിലായിട്ടില്ല അവൻ മരിച്ചു എന്നുള്ള കാര്യം. സോ ഈ ശ്രീനിവാസ് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി. ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്നോടത്താണ് സിനിമ തീർന്നത്. ഇതിൽ കൂടുതലായിട്ടൊന്നും ഈ സിനിമയുടെ 1ാം ഭാഗത്തിലില്ല, പക്ഷേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ആ സിനിമയുടെ 2ാം ഭാഗം അത് വന്നിരിക്കുകയാണ്. സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ശ്രീനിവാസും അവന്റെ കൂട്ടുകാരും മരണപ്പെട്ടല്ലോ. സോ ഇതിന്റെ മുന്നേ ഒരു 6 വർഷം മുന്നേയുള്ള ഒരു കാര്യം കാണിക്കുകയാണ്. ഒരു വലിയ അപ്പാർട്ട്മെന്റ്, അതിന് താഴെ കുറെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരാൾ അതിന്റെ ആ ഒരു വിഷ്വൽ എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അതിന്റെ മുകളിൽ നിന്നും 2 പേര് താഴെ കെടുത്ത് ചാടി മരിച്ചു കളയാണ്. എല്ലാവരും ആകെ ഞെട്ടിപ്പോയി. ഒരാളാണെങ്കിലോ ആ റൂമിൽ ഒരു കയറിൽ തൂങ്ങിക്കിടന്ന് അങ്ങനെ പെടയാണ്. ആ വീഡിയോ ഒക്കെ വ്യക്തമായിട്ട് ഒരാൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിചാരിതമായിട്ട് സംഭവിച്ചാണ്. എന്തായാലും ഈ വീഡിയോ മറ്റൊരാൾ ഇരുന്ന് അങ്ങനെ കാണുകയാണ്. അവളുടെ പേര് ഡെബി എന്നാണ്. ഈ ഡെബി ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹിച്ച സാം എന്ന് പറഞ്ഞ ആളാണ് ഇതുപോലെ തൂങ്ങി മരിച്ചത്. ഇപ്പൊ ഈ ഒരു ഡെബിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് അവളോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സാം മരിച്ചിട്ടും അവനെ മറക്കാൻ ഡെബി തയ്യാറല്ല. അതിന് പുറമെ ഈ സാമിന്റെ സെമൻ ഉണ്ടല്ലോ, അതെടുത്തു വെച്ച് അത് പല തവണയായിട്ട് അവളുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ച് അവന് എന്താ പറയാ, അവന്റെ സെമനിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാക്കണം. ആ ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോഴും നമ്മുടെ ഡെബി. എന്നാൽ അവളുടെ അമ്മയാണെങ്കിൽ ഈ പേരും പറഞ്ഞ് ഭയങ്കരമായിട്ട് അവള് വഴക്ക് പറയാണ്. ഇതേ സമയം സാമിന്റെ അച്ഛൻ ഡോക്ടർ റിച്ചാർഡ് അവിടെ ഉണ്ടായിരുന്നു. റിച്ചാർഡിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഡെബിയുടെ അമ്മ പറയാണ്. മാത്രമല്ല ഡെബിയുടെ അമ്മ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സാമിന് ക്യാൻസർ ആയിരുന്നു. അതറിഞ്ഞിട്ട് തന്നെയാണ് ഡെബി അവനെ വിവാഹം കഴിച്ചതും ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കി അവന്റെ ആ ഒരു അസുഖത്തിൽ നിന്നും അവന്റെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ആ ഒരു സ്നേഹം ഡെബിയോട് അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാം ആത്മഹത്യ ചെയ്യായിരുന്നോ എന്നാണ് ഡെബിയുടെ അമ്മ ചോദിക്കുന്നത്. അതായത് ഒരുപാട് വലിയൊരു രോഗം ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ തരണം ചെയ്തു വന്ന സാം ആത്മഹത്യ ചെയ്തു. എന്തിനാണ്? എന്തൊക്കെയായിട്ടും ഡെബി അവനെ വിട്ട് പോകാൻ തയ്യാറല്ല കേട്ടോ. അപ്പൊ അവൾ അവസാനം അമ്മയോട് ഇറങ്ങി പോകാൻ തന്നെ പറയാണ്. അതുപോലെ തന്നെ ഇപ്പോ സാമിന്റെ മരണം നടന്ന് 6 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം, 6 വർഷം. അതിനൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിയാണ് സാമിന്റെ ആഗ്രഹം പോലെ ഇന്ന് ചെന്നൈ നഗരത്തിൽ ഒരു അടിപൊളി റെസ്റ്റോറന്റ് ഡെബിയും അതുപോലെ തന്നെ ഡോക്ടർ റിച്ചാർഡും തുറന്നിരിക്കുകയാണ്. അതായത് സാമിന്റെ അച്ഛൻ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ജാം വരികയാണ്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡെബി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ ഒരു ജോത്സ്യര് തൂങ്ങി മരിച്ചിരിക്കുകയാണ്. അതായത് ഈ സംഭവം കഥയുടെ 1ാം ഭാഗത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് 1ാം ഭാഗത്തിലെ കഥാനായകനായിട്ടുള്ള ശ്രീനിവാസിന്റെ ദേഹത്ത് ഇതേ ഡെബി തന്നെ തട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കറിയില്ല. എന്തായാലും ഇതിനുശേഷം ഡെബിയും അതുപോലെ തന്നെ ഡോക്ടർ റിച്ചാർഡും കൂടെ അവരുണ്ടാക്കിയ പുതിയ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സാമിന്റെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഇവിടെ തുടങ്ങണമെന്ന്. എല്ലാവരുടെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. മാത്രമല്ല സാമിന്റെ ഫോട്ടോ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവൾ എപ്പോഴും അവന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് അവന്റെ അടുത്ത് പോയി നിൽക്കും ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നു കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡെബിക്കും അതുപോലെ ഡോക്ടർ റിച്ചാർഡിനും ഏറ്റവും ബന്ധപ്പെട്ട ഒരു ബുദ്ധ സന്യാസി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദാവോഷി എന്നാണ്. ഈ ദാവോഷി ഉദ്ഘാടനത്തിനായിട്ട് ഇവർക്ക് കൊടുത്തയച്ച ഒരു ദേവിയുടെ വിഗ്രഹം അത് ഇവർക്ക് കൊടുക്കുകയാണ്. എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഇത് അവരെ സംരക്ഷിക്കുമെന്നായിരുന്നു ദാവോഷി എന്ന ഒരു സന്യാസി പറഞ്ഞിരുന്നത്. എന്തായാലും ആ ഒരു വിഗ്രഹം ഇവരിപ്പോ ഈ ഒരു ഹോട്ടലിൽ വെക്കുന്നുണ്ട്. പിന്നീട് കേക്ക് മുറിക്കുന്നതിന് മുന്നേ സാമിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് എല്ലാവരും ഒരു 2 മിനിറ്റ് കണ്ണടച്ച് നിൽക്കാന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് സ്പൂണുകൾ മഴ പോലെ വീഴുകയാണ്. എല്ലാവരും ആകെ ഞെട്ടിപ്പോയി. എന്നാൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഡെബിയാണ്. കാരണം ഡെബിക്ക് ഈ 6 വർഷമായിട്ട് ഒരു തോന്നലുണ്ട്, സാം അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സ്പൂൺ കൂടി ഇതുപോലെ വീണപ്പോൾ അവൾക്കത് കൺഫേം ആയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് വയ്യാതെ കിടന്ന സമയത്ത് അഥവാ ഈ സാം വിളിച്ച് ഡെബി കേട്ടില്ലെങ്കിൽ ഇവൻ സ്പൂണ് തട്ടിയിടാറുണ്ട്. അപ്പൊ അതുപോലൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരുപാട് സ്പൂണുകൾ വീണിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഡെബി ഡോക്ടർ റിച്ചാർഡിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാം എന്നോട് എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്കത് അറിയാൻ വേണം, എനിക്ക് ഗുരുവിന്റെ അടുത്തേക്ക് ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ റിച്ചാർഡ് പറയണ മോളെ ഇതൊക്കെ നിന്റെ തോന്നലാണ്, പക്ഷെ ഡെബി വാശിയോടിയാണ് എന്തായാലും പോകണമെന്ന്. അങ്ങനെ ആ രാത്രിയിൽ ഡെബി നേരെ ഗുരുവിന്റെ അടുത്തേക്ക് പോകണം. നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത്
തന്നെ ആ സ്ട്രീറ്റിൽ ഇന്ന് രാവിലെ ഡെബി പോയി തട്ടിയില്ലേ ശ്രീനിവാസൻ, അവനൊരു ടീ ഷോപ്പിൽ നിന്നും ചായ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനൊരു കോള് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ കഥയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഡിമോണ്ടി കോളനിയുടെ ആദ്യ ഭാഗം, അതായത് 2015 ഇറങ്ങിയ ഒരു സിനിമയുണ്ടല്ലോ, അതിൽ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഈ രാത്രിയിലാണ് നടക്കുന്നത്. ഈ ചായം കുടിച്ച് ശ്രീനിവാസൻ അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് ഒന്നാം ഭാഗത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ഈ ശ്രീനിവാസന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് കേൾക്കണം. ആള് കണ്ട ഭയങ്കര ഒരു ദരിദ്രനായിട്ട് തോന്നുന്നില്ലേ? ബേസിക്കലി അവനൊരു ദരിദ്രനല്ല, ഭയങ്കര കോടീശ്വരനാണ്. എന്നാൽ അവന്റെ അച്ഛൻ അത്ര നല്ല പുള്ളി അല്ലാത്തതുകൊണ്ട് ചെറുപ്പത്തിലെ അവന്റെ അമ്മയെ ഈ ശ്രീനിവാസനും കൂടെ അവിടുന്ന് വിട്ടു വന്നതാണ്. ഇപ്പോൾ അവന്റെ അച്ഛനെ കാണിക്കാണ്. അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവന്റെ അച്ഛന് ഒരു അനിയനുണ്ട്, തൽക്കാലം നമുക്ക് അയാളെ അങ്കിൾ എന്ന് വിളിക്കാം, ഒരു വക്കീലാണ്. എന്തായാലും ശ്രീനിവാസന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയും മകളും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. കാരണം അയാൾ മരിക്കുന്നതിന് മുന്നേ വിൽപത്രവും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാനാണ് അവർ വരുന്നത്. ഇതേ സമയത്ത് തന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ ഈ ശ്രീനിവാസന്റെ ഇരട്ട സഹോദരനായിട്ടുള്ള രഘുനന്ദൻ ഉണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യക്കാരനാണ്. കാണുമ്പോൾ ഈ ശ്രീനിവാസന്റെ അതേ ലുക്ക് തന്നെയാണ്. അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് വന്നിരുന്നു. ഇപ്പൊ അച്ഛൻ എഴുതിയ ആ ഒരു വിൽപത്രം വായിക്കാൻ ആരംഭിക്കുകയാണ്. രഘുനന്ദനും അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യയുള്ള ആ ഒരു മകളും എല്ലാവരും വിചാരിക്കുന്ന അവർക്ക് കൂടുതൽ സ്വത്ത് ഉണ്ടാവുമെന്നാ. എന്ന് വായിച്ചു വന്നപ്പോൾ ഈ രഘുവിന് 25%, ആ പെണ്ണിന് ആകെ 5%. രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ബാക്കിയുള്ള മുഴുവൻ സ്വത്തും എഴുതി വെച്ചിരിക്കുന്നത് ദരിദ്രനാണെന്ന് നമ്മൾ കരുതിയ ശ്രീനിവാസന്റെ പേരിലാണ്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയ രഘുനന്ദനാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ്. അവൻ ഈ കിട്ടുന്ന സ്വത്തിന്റെ ആ ഒരു ഭാഗമൊക്കെ വെച്ച് വലിയ ബിസിനസ്സും കാര്യങ്ങളും പ്ലാൻ ചെയ്താ. ഇനിയിപ്പോ അതൊന്നും കിട്ടില്ലല്ലോ. അവൻ ഭയങ്കര കലിപ്പിലാണ്. അങ്ങനെ അങ്കിളിനോട് പറഞ്ഞിട്ട് നേരെ ഈ രഘുനന്ദൻ അവന്റെ ഇരട്ട സഹോദരനായിട്ടുള്ള ശ്രീനിവാസനെ വിളിക്കുകയാണ്. എന്നാൽ കോൾ എടുത്തപാട് തന്നെ ശ്രീനിവാസൻ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛന്റെ അനിയനാ. അങ്കിളാന്ന് പറയുമ്പോ അച്ഛന്റെ അനിയൻ. അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ബന്ധുവും പറഞ്ഞിട്ട് അയാളും അയാളുടെ വീട്ടുകാരും വരുമെന്ന്. അടുപ്പിക്കരുതെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വെച്ചിട്ട് പൊയ്ക്കുമെന്ന് പറയാണ്. അതായത് ശ്രീനിവാസന് ആ സ്വത്തിലൊന്നും യാതൊരു താല്പര്യവുമില്ല. എന്തായാലും ഇതേ സ്ട്രീറ്റിലൂടെ തന്നെയാണ് നമ്മുടെ ഡെബി നേരെ ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നത്. ഓൾറെഡി അവിടെ ഡോക്ടർ റിച്ചാർഡ് ഉണ്ടായിരുന്നു. ഡോക്ടർ റിച്ചാർഡ് ഈ ഡെബിയുടെ അച്ഛനല്ല കേട്ടോ, അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സാമിന്റെ അച്ഛനാണ്. അങ്ങനെ ആ ഒരു ഗുരു ഒരു ബുദ്ധ സന്യാസിയാണ്, ദാവോഷി എന്ന അയാളുടെ പേര്. നേരെ അയാളുടെ ഒരു ആശ്രമത്തിലേക്ക് ഇവർ വരികയാണ്. അപ്പൊ ഡെബിയോട് ഈ സന്യാസി പറയുന്നുണ്ട്, ചെയ്യാൻ പോകുന്നത് അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല, ആത്മാക്കളുടെ ലോകത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളല്ല നീ ഡെബി, അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. ഒരിക്കലും ആ ഒരു ലോകത്തിൽ പെട്ടുപോകാതിരിക്കാൻ നോക്കണം. ഞാൻ വാൺ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നീ നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറയണം. എന്തിനു തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഡെബി ഇപ്പോൾ ഗുരുവിന്റെ സഹായത്തോട് കൂടിയിട്ട് ചില മന്ത്രങ്ങളിലൂടെ അവളുടെ ശരീരം വിട്ട് അവളുടെ ആത്മാവ് മറ്റൊരു ലോകത്തിലേക്ക്, അതായത് സാമിന്റെ ആത്മാവുള്ള ആ ഒരു ലോകം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോവാണ്. എന്തോ വലിയൊരു ഗർത്തത്തിലേക്ക് വീഴുന്നത് പോലെ ഡെബിക്ക് ഇപ്പൊ തോന്നുകയാണ്. അങ്ങനെ അലറി വിളിച്ചുകൊണ്ട് അവൾ എവിടെയോ ചെന്ന് വീഴാണ്. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ വലിയൊരു സ്റ്റെപ്പും അതിന്റെ ചുറ്റും പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാടധികം ആത്മാക്കളെയും അവൾ കാണുകയാണ്. ഇപ്പൊ റിയൽ വേൾഡിൽ അവളുടെ കൈയും കാലൊക്കെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ കയ്യിൽ ഒരു പേനയും താഴെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ സ്വബോധമില്ലാതെ അവൾ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. ഹെൽപ്പ് ഹെൽപ്പ് ഹെൽപ്പ്, സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. എന്തായാലും ആ ഒരു സ്റ്റെപ്പ് കയറി അവൾ നേരെ മുകളിലേക്ക് പോയപ്പോൾ എന്തോ ഒരു ഭീകരമായിട്ടുള്ള നരകം പോലെയുള്ള ഒരു ലോകം. ആ ലോകത്തിന്റെ നടുവിലായിട്ട് വലിയൊരു ടവർ. ആ ടവറിന്റെ മുകളിലായിട്ട് ഏതോ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് ഡെബി കണ്ടില്ല. അതുപോലെ തന്നെ അവളുടെ ദേഹത്ത് എന്തോ ഒന്ന് തട്ടുന്നുണ്ട്. നോക്കുമ്പോൾ ഒരുപാട് മൃതദേഹങ്ങൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ആ കൂട്ടത്തില് സാം ഉണ്ടായിരുന്നു. സാം ഇപ്പോ നമ്മുടെ ഡെബിയോട് അവനെ സഹായിക്കാൻ വേണ്ടി കരഞ്ഞു വിളിക്കുകയാണ്. എന്ന ഇതേ സമയത്ത് തന്നെ ദാവോഷി എന്ന് പറഞ്ഞ ഒരു ഗുരു പറയാണ്, ഡെബി വാ, അതൊരു ട്രാപ്പാണ്, വേഗം പുറത്തേക്ക് പോവാന്ന്. എന്ന് ഈ സമയത്ത് നമ്മുടെ ഡെബി ആണെങ്കിലും കൂടുതൽ വിറച്ചുകൊണ്ട് അവൾ അങ്ങനെ കുത്തി വരച്ച് അവസാനം അവളുടെ ആ ഒരു ബോധം നഷ്ടപ്പെടുകയാണ്. അവളുടെ ആ ഒരു ആത്മാവ് ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചിത്രം അല്ലെങ്കിൽ അവൾ വരച്ചു വെച്ച ആ ഒരു കാര്യം നോക്കുമ്പോൾ ഇരട്ടകളായിട്ടുള്ള, അതായത് ശ്രീനിവാസന്റെയും രഘുനന്ദിന്റെയും ഫോട്ടോയാണ് എഴുത്തിലൂടെ അവൾ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ രാത്രിയിൽ തന്നെ ഈ ശ്രീനിവാസൻ അവന്റെ റൂമിൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു കോൺക്രീറ്റിന്റെ കഷ്ണത്തിന്റെ മുകളിലേക്ക് വീണ് വയറ്റിൽ ഒരുപാട് കമ്പികൾ കയറിയിട്ട് മരണപ്പെട്ട അവസ്ഥയിലാവുകയാണ്. അവന്റെ ആത്മാവ് പുറത്തു വന്നായിരുന്നല്ലോ, ആ ആത്മാവാണ് ശരിക്കും ഇവളോട് ഹെൽപ്പ് എന്ന് ചോദിച്ചത്. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഡിമോണ്ടി കോളനി 2. ഈ സംഭവം കഴിഞ്ഞു ഇപ്പൊ 6 വർഷമായിട്ടുണ്ട്. ഇതേ ദാവോഷി എന്ന് പറഞ്ഞ സന്യാസിയും കാണിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ ഡെബിയും ഉണ്ട്. ഇപ്പൊ ഈ ദാവോഷി എന്ന് പറഞ്ഞ സന്യാസിയുടെ ഗുരു ടിബറ്റിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പവർഫുൾ ആയിട്ടുള്ള പലതരം മന്ത്രവാക്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കത്തി സമ്മാനം നൽകിയിട്ടുണ്ട്. ഏതൊരു ദുഷ്ടശക്തിയിൽ നിന്നും ചില പൂജയിലൂടെ ഈ കത്തി കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായത് നല്ല പ്രത്യേകതയുള്ള ശക്തിയുള്ള ഒരു കത്തിയാണിത്. അത് നിങ്ങൾ ഓർത്തു വെച്ചോ. ഇതിനുശേഷം കാണിക്കുന്നത് ഡോക്ടർ റിച്ചാർഡിനെയാണ്. അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ ആശുപത്രിയിലേക്ക് പോകണം. അദ്ദേഹത്തിന്റെ സ്വന്തം ഹോസ്പിറ്റലാണിത്. അപ്പൊ 6 വർഷങ്ങൾക്ക് മുന്നേ ഇവർ ആ ആത്മാക്കളുടെ ലോകത്ത് പോയപ്പോൾ അതേ രാത്രിയിൽ തന്നെ നമ്മുടെ ശ്രീനിവാസ് മരണപ്പെടാനായ അവസ്ഥയിലായപ്പോൾ അന്ന് അവന്റെ ആ ഒരു ബോഡി ഡെബിക്കും റിച്ചാർഡിനും കിട്ടിയായിരുന്നു. അവൻ അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ 6 വർഷമായിട്ട് അവൻ കോമയിൽ കിടക്കുകയാണ്. ഇപ്പൊ എന്തൊക്കെയോ ചില ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിച്ചാർഡ് അവന്റെ ആ ഒരു ബോഡി, അതായത് കോമയിൽ കിടക്കുന്ന ഈ ശരീരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി പറയാണ്. ഇതിനുശേഷം കോർട്ട് റൂമിൽ കാണിക്കുകയാണ്. കോടതിയിൽ ഇപ്പോൾ ഈ ഒരു രഘുനന്ദനും ഉണ്ട്, അതുപോലെ തന്നെ അവന്റെ സഹോദരിയുണ്ട്. രണ്ടുപേരും സ്വത്തിന് വേണ്ടിയിട്ട് നിയമ പോരാട്ടത്തില്ല. രഘുനന്ദനും വക്കീല്, അതായത് അവരുടെ അങ്കിള് പറയുന്ന കാര്യം എന്താ വെച്ചാൽ 6 വർഷമായിട്ട് ശ്രീനിവാസൻ ഒരു ബോധമില്ലാതെ കോമാവസ്ഥയിൽ കിടക്കുകയാണ്. അവന് ഭയങ്കര വേദനയാവും. അതുകൊണ്ട് അവന്റെ എല്ലാ ആ ഒരു എക്യുപ്മെന്റ്സ് ഊരിക്കളഞ്ഞ് അവന് മരണത്തിന് വിടണം. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇതിനെ എതിർക്കുകയാണ്
ഇതാണ് അവന്റെ അനിയത്തി കേട്ടോ. അതായത് ഈ രഘുനന്ദന്റെയും ശ്രീനിവാസിന്റെയും അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയുള്ള ആ ഒരു പെണ്ണ് ഐശ്വര്യ എന്ന പേര്. അപ്പൊ ഐശ്വര്യയുടെ വക്കീല് പറയുന്നത് ഇതുപോലെ ഈ ശ്രീനിവാസിനെ കൊല്ലണം എന്നുള്ളത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ സ്വത്ത് ഇവർക്ക് വരും, അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും കോടതിയിൽ കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവസാനം ആ ഒരു കേസിൽ നമ്മുടെ ഈ ഒരു രഘുനന്ദനും അതുപോലെ തന്നെ അവന്റെ അങ്കിളും വിജയിക്കുകയാണ്. അപ്പൊ ഇത്രയും പെട്ടെന്ന് തന്നെ ശ്രീനിവാസിന്റെ എല്ലാ ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസും ഊരി മാറ്റിയിട്ട് അവനെ മരണത്തിന് വിട്ടുകൊടുക്കണം. അതാണ് കോടതിയുടെ വിധി. അതിനായിട്ട് ഇവർ രണ്ടുപേരും നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ശ്രീനിവാസിന്റെ ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഡോക്ടർ റിച്ചാർഡും അതുപോലെ തന്നെ ഡെബിയും ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ രഘുനന്ദനും അതുപോലെ തന്നെ അങ്കിളും ഭയങ്കര കലിപ്പിലാണ്. അതായത് രഘുവിന്റെ സഹോദരന്റെ ബോഡി അവന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ഇവിടുന്ന് മാറ്റും? പരമാവധി ഡെബി കാര്യങ്ങൾ പറയാൻ നോക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാണ്ട് ഡെബി ഒരു കാര്യം പറയാണ്, ഡാ രഘു, എങ്ങനെയെങ്കിലും നിനക്ക് അവനെ കൊന്നാ മതിയല്ലേ? ഈ ശ്രീനിവാസം മരിക്കുകയാണെങ്കിൽ നീയും അപ്പൊ തന്നെ മരിക്കടാന്ന് പറയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് രഘുവിന് ഒട്ടും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ 6 വർഷം മുന്നേ ഈ ശ്രീനിവാസിന് ഒരു അപകടം പറ്റി, അവൻ ആ ഒരു കമ്പിയുടെ മുകളിലേക്ക് വീണില്ലേ? അതേ കാര്യം തന്നെ ഈ രഘുവിനും നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി അങ്കിളുടെ കൂടെ വെള്ളം അടിച്ച് ഭയങ്കര വിഷമത്തിൽ അവൻ ഇരിക്കുന്ന സമയത്ത് കാല് തെറ്റി അവൻ താഴേക്ക് വീണു. താഴെ ഒരു വലിയ വലയുണ്ടായതുകൊണ്ട് നിലത്ത് വീണപാട് മരിച്ചില്ല. എന്നാൽ വീഴുന്ന സമയത്ത് ഇതേ രഘുനന്ദൻ വല്ലാത്തൊരു മുഖം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു വലയിൽ കുടുങ്ങി അവൻ താഴേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി ചെറുതായിട്ട് അവന്റെ വയറ്റിൽ തട്ടി. ചെറിയ മുറിവോട് കൂടിയിട്ട് രക്ഷപ്പെട്ടെങ്കിലും അന്ന് നടന്ന ആ ഒരു കാര്യം അവന് നല്ല ഓർമ്മയുണ്ട്. അതായത് ഈ ശ്രീനിവാസൻ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ രഘുവിനും നടക്കും. എന്തായാലും ഇപ്പൊ ഇവരുടെ കൂടെ പോവാന്ന് ഇപ്പൊ ഈ ഒരു രഘുവും അവന്റെ അങ്കിളും സമ്മതിച്ചിട്ടുണ്ട്. നേരെ ഇവരെയും കൂടിയിട്ട് പോകുന്നത് ദാവോഷി എന്ന് പറഞ്ഞ ആ ഒരു സന്യാസിയുടെ ആശ്രമത്തിലേക്കാണ്. അവിടെ വന്ന സമയത്ത് ദാവോഷി എന്ന് പറഞ്ഞ ആ ഒരു സന്യാസി രഘുവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ജനിച്ചത് ഒരേ സമയത്താണ്, ഒരണുവിൽ നിന്നുണ്ടായതാണ് നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര വളർന്നു വലുതായതും ലോകത്തിൽ എവിടെയായാലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അത് അതുപോലെ തന്നെ മറ്റൊരാൾക്കും സംഭവിക്കുന്ന അറിയാണ്. അതായത് ശ്രീനിവാസിന് ഒരു അപകടം പറ്റി അവൻ താഴേക്ക് വീണതുകൊണ്ട് മാത്രമാണ് രഘു അന്ന് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണത്. പിന്നീട് ഡോക്ടർ റിച്ചാർഡ് സംസാരിക്കുകയാണ്. അതായത് 6 വർഷങ്ങൾക്ക് മുന്നേ ഇദ്ദേഹത്തിന്റെ മരിച്ചുപോയ മകൻ സാമിനോട് സംസാരിക്കാനായിട്ട് ഇതേ ആശ്രമത്തിലേക്ക് ഞാനും ഡെബിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഞങ്ങളോട് സംസാരിച്ചത് എന്റെ മകന്റെ ആത്മാവായിരുന്നില്ല, സഹായം ചോദിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മാവാണ്. കുറച്ചു നേരത്തേക്കാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീനിവാസന്റെ ആ ഒരു ആത്മാവ് ഞങ്ങളോട് സഹായം ചോദിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയി അവന്റെ ആ ഒരു ശരീരം വീണ് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി അവന്റെ ശരീരം കണ്ടുപിടിച്ചു. വേഗം തന്നെ ഞാൻ എന്റെ ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോയി പറ്റുന്ന എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഞാൻ അവന് കൊടുത്തു. എന്നാൽ ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു മിഷനറീസ് അത് ഊരിക്കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ മരിക്കായിരുന്നു. എന്നിട്ടും ഞങ്ങൾ അവനെ ആ രീതിയിൽ അവിടെ കെടുത്തി. കാരണം ഞങ്ങൾക്കറിയണമായിരുന്നു സാമിനോട് ഞങ്ങൾ സംസാരിച്ച അതേ സമയത്ത് തന്നെ എങ്ങനെയാണ് ശ്രീനിവാസൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അതായത് ശ്രീനിവാസന്റെ ആത്മാവ് ഈ ഒരു സംഭവത്തിലേക്കും പ്രശ്നത്തിലേക്കൊക്കെ അവൻ എങ്ങനെയാണ് വന്നുപെട്ടത് ഞങ്ങൾക്ക് അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീനിവാസനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവനും അവന്റെ 4 കൂട്ടുകാരും ആ രാത്രിയിൽ വലിയൊരു അപകടത്തിൽ പെട്ടായിരുന്നു. എന്നാൽ അവന്റെ 3 കൂട്ടുകാരും ആ അപകടത്തിൽ അതിക്രൂരമായിട്ട് മരണപ്പെട്ടു. പിന്നീട് അന്ന് നടന്ന ആ ഒരു കാര്യങ്ങൾ കാണിക്കുകയാണ്. അതായത് ഡെബി പോലീസുകാരുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക്, അതായത് ശ്രീനിവാസന്റെ ആ ഒരു വീട്ടിലേക്ക് പോയ സമയത്ത് ഒരു കാര്യം മനസ്സിലായി. ഇവർ 4 പേരും മരിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരാൾ മോഷ്ടിക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അവിടെ വെച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മോഷണം പോയിട്ടുമുണ്ട്. പിന്നീട് പോലീസുകാരുടെ പെർമിഷനോട് കൂടിയിട്ട് ഡെബി ആ ഒരു മുറിയിൽ പോയിട്ട് നന്നായി പരിശോധിച്ച സമയത്ത് ഈ ശ്രീനിവാസനുണ്ടല്ലോ അവന്റെ ഒരു കൂട്ടുകാരനുണ്ട് രാഘവ്, അവൻ മരണപ്പെട്ടു പോയി ആ രാത്രിയിൽ തന്നെ. എന്തായാലും അവന്റെ ഷെൽഫിൽ നിന്നും ഒരു ലൈബ്രറിയുടെ കാർഡ് കിട്ടുകയാണ്. പെട്ടെന്ന് തന്നെ ഡെബിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഇതേ ലൈബ്രറിയിൽ തന്നെയായിരുന്നു സ്ഥിരമായിട്ട് സാമും പോവാറുണ്ടായിരുന്നത്. വേഗം തന്നെ ആ ലൈബ്രറിയിലേക്ക് പോവാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ലൈബ്രറിയൻ ഉണ്ടല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഈ രാഘവും സാമും തമ്മിൽ എന്തെങ്കിലും ഒരു സൗഹൃദമോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയണം ഒരു സാധ്യതയില്ല. കാരണം നിങ്ങളുടെ സാമ് മരിച്ചു പോയിട്ട് 6 വർഷമായില്ലേ, അതിനുശേഷമാണ് ഈ പറയുന്ന ഈ രാഘവ് എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നത്. സോ ഒരു കാരണവശാലും കാണാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇവർ തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് മനസ്സിലായ ഡെബി കുറെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം കിട്ടി. അതായത് ഡെബിയുടെ ഹസ്ബൻഡ് അതായത് സാം അവസാനമായിട്ട് എടുത്ത പുസ്തകവും അതുപോലെ തന്നെ രാഘവ് അവനും അവസാനമായിട്ട് എടുത്ത ആ ഒരു പുസ്തകം രണ്ടും ഒന്നായിരുന്നു. ഇപ്പൊ ആ ഒരു പുസ്തകത്തിനെ കുറിച്ച് ലൈബ്രറിയനോട് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പുസ്തകം ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ലാന്ന് പറയണം. കാരണം അതിന്റെ ഒരൊറ്റ കോപ്പിയേ ഉള്ളൂ. ആ ഒരു പുസ്തകത്തിന്റെ പേര് ഫാളൻ കിങ്ഡം എന്നാണ്. ഏതോ ഒരു സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്ന ഒരു പഴയൊരു പുസ്തകമായിരുന്നു അത്. പിന്നീട് ആ ഒരു പുസ്തകത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ലൈബ്രറിയൻ അതെടുത്ത ആൾക്കാരുടെ ആ ഒരു ലിസ്റ്റ് പരിശോധിക്കുകയാണ്. പക്ഷെ ഇന്നേ വരെ ഒരു കോപ്പി ഉണ്ടായിരുന്ന ഈ പുസ്തകം ഇവിടുന്ന് കൊണ്ടുപോകല്ലാതെ ആരും അവരായിട്ട് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്ത് തന്നിട്ടില്ല. എല്ലാവരുടെയും ആ ഒരു ലിസ്റ്റ് ഇപ്പോൾ ഡെബി മേടിക്കുകയാണ്. മാത്രമല്ല ആ ഒരു പുസ്തകങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ട് കളക്ട് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ലൈബ്രറിയനാണ്. പക്ഷെ അയാൾ ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ലാന്ന് പറയാണ്. എന്തായാലും ഇതേ ആ ഒരു പഴയ പുസ്തകം ഉണ്ടല്ലോ ഫാളൻ കിങ്ഡം, ഇത് ഈ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ആ 16 പേരുടെ ആ ഒരു ലിസ്റ്റുമായിട്ട് പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഈ 16 പേരും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പോലീസുകാർക്ക് ഇതിന്റെ പിന്നിൽ ആ ഒരു രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ തെളിയിക്കപ്പെടാത്ത കേസുകളുടെ കൂട്ടത്തിൽ
ഈ 16 പേരുടെ ആ ഒരു കേസും പെട്ടുപോയിട്ടുണ്ട്. ചിലതൊക്കെ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് കേസ് ക്ലോസും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ മരിച്ചുപോയ രാഘവ് എന്ന് പറഞ്ഞ അവന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത ചില ഡാറ്റാസ് അത് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോൾ ഈ രാഘവ് അവനൊരു തിരക്കഥാകൃത്തായിരുന്നു. അവൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഡിമോണ്ടി കോളനി. അത് ഞങ്ങൾ വായിച്ചു. അപ്പൊ അതിൽ പറയുന്നത് ഡിമോണ്ടി കോളനി എന്ന് പറയുന്ന ആ കോട്ടയിലേക്ക് 6 വർഷം കൂടുമ്പോൾ ഒരാൾ പോകും. അവിടെ നിന്നും ഒരു പ്രത്യേകതരം മാലയെടുക്കും. ആ മാല എടുത്തു കഴിഞ്ഞാൽ ആ രാത്രിയിൽ തന്നെ ഡിമോണ്ടിയുടെ ആത്മാവ് വന്നിട്ട് അതെടുത്ത ആൾക്കാരെ മുഴുവനായിട്ടും അവരെവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് അവരെ ട്രാപ്പ് ചെയ്ത് കൊന്നുകളയുന്നു. മാത്രമല്ല ഓരോ വർഷവും ഓരോ സൈക്കിൾ പോലെ ഇത് നടക്കും. എന്നാൽ ഡിമോണ്ടിയുടെ ആത്മാവ് കൊല്ലുന്ന ഓരോ മനുഷ്യരുടെ ആത്മാവും അവന്റെ ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് അവൻ കൊണ്ടുപോയിട്ട് അവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവന്റെ അടിമകളാക്കാൻ വേണ്ടി. കാലാകാലങ്ങൾ മോക്ഷം കിട്ടാതെ ആ ആത്മാക്കള് ആ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും. അതിന്റെ ആ ഒരു വിഷ്വലൊക്കെ ഇപ്പൊ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല 6 വർഷങ്ങൾക്ക് മുന്നേ ഡെബിയുടെ ഹസ്ബൻഡ് സാം, അതായത് റിച്ചാർഡിന്റെ മകൻ, അവന്റെ അസുഖം ക്യാൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് മാറിയിട്ടും അവനായിട്ട് ആത്മഹത്യ ചെയ്തതല്ല. ആ പുസ്തകത്തിന്റെ ട്രാപ്പില് ഡെമോണ്ടിയുടെ ആത്മാവ് അത് വന്ന് അവനെയും അവന്റെ കൂട്ടുകാരെയും കൊന്നുകളഞ്ഞതാണ്. അങ്ങനെ ഡെബി തേടി നടന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഡെമോണ്ടിയുടെ ആ ഒരു ലോകത്ത് പെട്ടുകിടക്കുകയാണ് സാം. അവന്റെ ആത്മാവ് അവനെ പോലെ വേറെയും ഒരുപാട് ആത്മാക്കള് അവരെല്ലാം രക്ഷപ്പെടുത്താനുള്ള ആ ഒരു പ്ലാനിലാണ് ഇവരെല്ലാവരും. ഇപ്പൊ ഈ ഒരു ഡോക്ടർ റിച്ചാർഡ് രാഘവിന്റെ അടുത്ത് കരഞ്ഞ് അപേക്ഷിക്കുന്നത് പോലെ പറയാണ്, ഇതിൽ നിങ്ങളും എന്റെ കൂടെ നിൽക്കണം. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അനിയനെ ഇപ്പൊ കൊല്ലാം. അവന് കൊടുക്കുന്ന ആ ഒരു ലൈഫ് സപ്പോർട്ട് അത് റിമൂവ് ചെയ്താൽ അവനപ്പം മരണപ്പെടും. പക്ഷെ അതോട് കൂടിയിട്ട് ഡിമോണ്ടിക്ക് വേണ്ടി അവന്റെ ആത്മാവിന് വേണ്ടി നടക്കുന്ന 6 വർഷം കൂടുമ്പോൾ നടക്കുന്ന ആ ഒരു സൈക്കിള് അത് കണ്ടിന്യൂ ആവുകയാണ്. ആ സൈക്കിളിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും അവന്റെ ലോകത്തിൽ പെട്ടുകിടക്കുന്ന അവൻ കൊന്ന എല്ലാ ആത്മാക്കൾക്കും രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ സഹായിക്കണമെന്ന് ആ ഒരു വൃദ്ധൻ ഇങ്ങനെ കരഞ്ഞ് പറയാണ് രഘുവിനോട്. ഇപ്പൊ രഘുവിനും ഒറ്റയടിക്ക് നോന്നൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അവനും കൺഫ്യൂഷനിലാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനിയിപ്പോ ശ്രീനിവാസൻ മരിച്ചാൽ അവൻ മരിക്കോ എന്നുള്ള ആ ഒരു പേടിയും അവന്റെ ഉള്ളിലുണ്ട്. എന്തായാലും ഇവരുടെ കൂടെ നിൽക്കാന്ന് ഇപ്പോ ഈ ഒരു രഘുവും അതുപോലെ തന്നെ അവന്റെ അങ്കിളും സമ്മതിച്ചു. ഇപ്പൊ നേരെ ഇവര് പോകുന്നത് ശ്രീനിവാസനെ കിടത്തിയിരിക്കുന്ന ഈ ഡോക്ടർ റിച്ചാർഡിന്റെ പഴയ ഒരു ആശുപത്രിയിലേക്കാണ്. അവന് ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ ഫെസിലിറ്റിയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ദാവോഷിയും അദ്ദേഹത്തിന് കുറച്ച് ശിഷ്യന്മാരും വന്നിട്ടുണ്ട്. കാരണം ഡിമോണ്ടിയുടെ ആ ഒരു സൈക്കിള് 6 വർഷം കൂടുമ്പോൾ ആ ഒരു കൊലപാതകം അത് തടുക്കണം ഇവർക്ക്. ഇനി അതിന്റെ കൂടെ തന്നെ ഈ ശ്രീനിവാസനും മരിക്കാൻ പാടില്ല. 2 കാര്യങ്ങൾ ഇവർക്ക് ചെയ്യേണ്ടത്. ശ്രീനിവാസന് ഒരു കുഴപ്പമില്ലാതെ അവനെ രക്ഷപ്പെടുത്തണം. അതുപോലെ തന്നെ ഇന്ന് 6 വർഷം തികയുന്ന ആ ഒരു ദിവസമാണ്. ഈ ദിവസം തന്നെ ആ കോളനിയിലേക്ക് ആരോ വരാൻ പോകുന്നുണ്ട്. അവരവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യും. സോ അങ്ങോട്ടേക്ക് ആരും വരാൻ പാടില്ല. അതുകൊണ്ട് പോലീസുകാരെ കൊണ്ട് ആ കോളനിയുടെ ചുറ്റുഭാഗവും ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആ കോളനിയിലേക്ക്, അതായത് ആ വലിയ കോട്ടയിലേക്ക് ആരും പോയിട്ടില്ല. ഇപ്പൊ ഡോക്ടർ റിച്ചാർഡും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ബാക്കിയുള്ള സന്യാസിമാരും ഇവിടെ തന്നെ നിൽക്കും, ഈ പഴയ ആശുപത്രിയിലേക്ക്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും ഇനി ആ ഒരു ഡിമോണ്ടി കോളനിയിലേക്ക് പോകണം. അങ്ങോട്ടേക്ക് ആരും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട്. സോ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ ഡെബയും നമ്മുടെ രഘുവും അവന്റെ അങ്കിളും അതുപോലെ തന്നെ ഡാവൂഷി എന്ന് പറഞ്ഞ ഈ ഒരു സന്യാസിയും കൂടിയാണ്. എന്തായാലും റിച്ചാർഡും ആ ഒരു സന്യാസിമാരും ഇവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ആ ഒരു മാന്ത്രിക കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും പോവാൻ നേരത്ത് രഘു അവന്റെ ഇരട്ട സഹോദരനായിട്ടുള്ള ശ്രീനിവാസനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും അവനെ പോലെ തന്നെ ഉണ്ട്. ദയവ് ചെയ്ത് നീ ചത്ത് കളയല്ലേ എന്നൊക്കെ ഇപ്പൊ ഈ ഒരു രഘു ശ്രീനിവാസനോട് പറയാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും അവനൊരു വിശ്വാസമായിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ഡിമോണ്ടി കോളനിയുടെ പരിസരത്തേക്ക് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞതുപോലെ തന്നെ രാവിലെ മുതൽ ഇവിടെ പൂർണ്ണമായിട്ടും പോലീസുകാർ കവർ ചെയ്തിരിക്കുകയാണ്. ഒരാൾക്കും ഇതുവരെയായിട്ടും ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പൊ ഡെബിയും അതുപോലെ തന്നെ ദാവോഷി എന്ന് പറഞ്ഞ ഒരു സന്യാസിയും എല്ലാവരും ഉള്ളത്. ഈ സമയത്ത് ഈ കോട്ടയുടെ ഉള്ളിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ അലർച്ച, കരച്ചിൽ കേൾക്കുകയാണ്. ആദ്യം കേട്ടപ്പോൾ അതൊരു തോന്നലാണെന്ന് കരുതി. എന്നാൽ വീണ്ടും വീണ്ടും അവളുടെ ആ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അതായത് ഇത്രയും നേരമായിട്ട് ഇവിടെ പൂട്ടി വെച്ചിട്ടും ഒരാൾ പോലും ഉള്ളിലേക്ക് പോയിട്ടില്ല. അങ്ങനെ പോകുന്നത് കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ആ ഒരു കരച്ചിൽ? ഇപ്പൊ ദാവോഷി പറയുന്നുണ്ട് ഉള്ളിലേക്ക് പോകണ്ട, അതൊരു ട്രാപ്പ് ആയിരിക്കുമെന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ രഘുവും അവന്റെ അങ്കിളും അങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ 2-3 സ്ത്രീകൾ എന്തോ കണ്ട് ഭയന്ന് വിറച്ചങ്ങനെ നിൽക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, കഴിഞ്ഞ ഭാഗം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു വീൽ ചെയർ, അതിന്റെ ചുറ്റും നിൽക്കുന്ന 2-3 സ്ത്രീകൾ. ആ വീൽ ചെയറിൽ ഇരിക്കുന്നത് ഡിമോണ്ടി എന്ന ആ സാഹിബിന്റെ ഭാര്യയാണ്. അങ്ങനെ ഇപ്പൊ ഈ രഘു ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവരോട് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ രഘു ഈ ഒരു കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അവരവിടെ ബോധം കിട്ടി വീഴുകയാണ്. ആ സമയത്ത് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നു. ഈ പെൺകുട്ടികൾ എടുത്തുകൊണ്ട് ഇവര് നേരെ ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ പോലീസുകാരുടെ കൂടെ രഘുവിന്റെ അങ്കിളും പോകുന്നുണ്ട് കേട്ടോ. മറ്റൊരു കാറിലാണ് നമ്മുടെ ഡെബി, രഘു അതുപോലെ തന്നെ ദാവോഷി എന്ന് പറഞ്ഞ ഒരു സന്യാസിയും പോകാൻ നിൽക്കുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ ഡെബിയുടെ ആ ഒരു കാറിന് ചെറിയ എന്തോ ഒരു അപകടം പറ്റിയിട്ട് അതിന്റെ ടയർ താന്നു പോവാണ്. ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് അങ്കിളും പോലീസുകാരും കൂടെ ആ പെൺകുട്ടികളെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 2 പേർക്ക് എന്തോ പറ്റിയിട്ടുള്ളൂ. ഒരാൾക്ക് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവളാണെങ്കിൽ എന്തോ ഒരു പേടിയിൽ ഉറച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇത് അങ്കിള് കാണുന്നുണ്ട്, അയാൾ നോക്കുന്നുണ്ട്. അത് ഇപ്പൊ ഡെബിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കാറുമായിട്ട് ഇവർക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡെബി അവളുടെ ആ ഒരു കടയിലെ സ്റ്റാഫ് ഉണ്ടല്ലോ, അയാളെ വിളിച്ച് ഒരു കാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അയാളെ കൊണ്ട് തന്നെ ഇവർ ആ ഒരു ഹോട്ടലിലേക്ക്, അതായത് ഡെബിയും റിച്ചാർഡും കൂടെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് തുടങ്ങിയില്ലേ, അങ്ങോട്ടേക്ക് ഇവർ പോവുകയാണ്. അപ്പൊ ആ ഒരു സ്റ്റാഫ് പറയാണ്, ഞാനാണ് ലാസ്റ്റ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഓർഡർ
ഓർഡർ വന്നിട്ടുണ്ട്, അത് കൊടുത്തിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ അത് മേഡം കൊടുത്തോളൂ എന്ന് ഡെബിയോട് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുത്തോളാം എന്ന് ഡെബി പറയണം. വേഗം നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയണം. ഇതിനുശേഷം ഡെബിയും അതുപോലെ ദാവോഷി എന്ന് പറഞ്ഞ ഈ സന്യാസിയും അതുപോലെ തന്നെ ഈ രഘുവും കൂടെ ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ഒരു കാര്യം മറക്കരുത്, അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ, ഡെബി സാമിന്റെ ആഗ്രഹപ്രകാരം ഈ ചെന്നൈയിൽ ഉണ്ടാക്കിയ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ആണിത്. ഇവരുടെ കാർ ട്രാപ്പായി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഹോട്ടൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഉള്ളിൽ വന്ന ദാവോഷി ഡെബിയോട് പറയാണ്, എനിക്ക് എന്തായാലും ഡോക്ടർ റിച്ചാർഡിന്റെ കൂടെയുള്ള ആ സന്യാസിമാരോട് ഒന്ന് സംസാരിക്കണമെന്ന്. അങ്ങനെ ഡെബി ഫോൺ ചെയ്തിട്ട് ദാവോഷിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ദാവോഷി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ഒരു സന്യാസിമാരോട് സംസാരിക്കുകയാണ്. നമ്മൾ എന്താണോ വിചാരിച്ചത്, എന്താണോ നടക്കാൻ പാടില്ല എന്ന് കരുതിയത്, അത് അതുപോലെ നടന്നിരിക്കുകയാണ്. കാര്യങ്ങൾ കുറച്ച് കഠിനമായിട്ട് വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുരു തന്ന ആ ഒരു മാന്ത്രിക കത്തി ഒരവസരം വന്നാൽ നിങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയാണ്. സംതിങ് ബിഗ്, എന്തോ ഒന്ന് വരാനുണ്ടെന്ന് ഇപ്പൊ ഡെബിക്കും അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രഘുവിനും മനസ്സിലായി. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ ആശുപത്രിയിൽ കാണിക്കുകയാണ് അങ്കിളിനെ. അങ്കിൾ നോക്കുമ്പോൾ ആ പെൺകുട്ടിയിൽ ഒരാൾ മാത്രം അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അവളാണെങ്കിൽ ഭയങ്കര ഭയത്തിലാണ്. അവളുടെ പേരെന്താ ചോദിച്ചപ്പോൾ അതിഥി എന്ന് പറയാണ്. അപ്പൊ അതിഥി, നീ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിയത്? രാവിലെ മുതൽ അവിടെ പോലീസുകാർ കാവൽ നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ 3-4 ലേഡീസ് എങ്ങനെ അങ്ങോട്ടേക്ക് വന്നത്? ഇപ്പൊ അതിഥി പറയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ പറയില്ല. ഇപ്പൊ അങ്കിൾ പറയണം, ആദ്യം നീ പറ, എന്നിട്ട് വിശ്വസിക്കണോ വേണ്ടിയെന്ന് ഞങ്ങൾ തീരുമാനിക്കാന്ന് പറയണം. അങ്ങനെ അതിഥി കാര്യങ്ങൾ പറയാണ്. ഞങ്ങൾ എല്ലാവരും പഠിക്കുന്നത് ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കോളേജിലാണ്. അതിന്റെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റലുണ്ട്. അവിടെയാണ് ഞങ്ങൾ താമസിക്കാറ്. ഞങ്ങൾക്ക് ലൈബ്രറിയിൽ നിന്നും അപൂർവമായിട്ടുള്ള ഒരു പുസ്തകം കിട്ടി. അപ്പോൾ ഒരു ആശ്ചര്യം കാരണം ഞങ്ങൾ എല്ലാവരും അതൊന്ന് വായിക്കാൻ തീരുമാനിച്ചു. അതിൽ ഓരോ കാര്യങ്ങളും അതിന്റെ ഒരു പ്രത്യേക ലാംഗ്വേജ് വെച്ച് പതിയെ പതിയെ ഞങ്ങൾ വായിക്കും തോറും ഞങ്ങളുടെ ചുറ്റും ഒരു വല്ലാത്ത എനർജിയുടെ വലയുണ്ടായി. പിന്നീട് പെട്ടെന്ന് കണ്ണ് തുറന്ന് അടക്കുന്ന ഒരു സമയം കൊണ്ട് ഞങ്ങളിതാ ഈ കോട്ടയിലേക്ക് എത്തി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നടന്നത് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റൂലെന്ന്. എന്നാൽ ഈ കേട്ടോണ്ടിരിക്കുന്ന അങ്കിളിനും അതുപോലെ തന്നെ പോലീസുകാർക്കും ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി താമസിക്കുന്ന അവളുടെ ഹോസ്റ്റലിലേക്ക് പോകാന്ന് ഈ അങ്കിളും അതുപോലെ തന്നെ എസ്ഐയും തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റെസ്റ്റോറന്റ് ഉൾഭാഗത്ത് കാണിക്കുകയാണ്. ഇവർ 3 പേരും ഇപ്പൊ അവിടെ തൽക്കാലത്തേക്ക് ഇരിക്കുകയാണല്ലോ. ഇതേ സമയത്ത് തന്നെ ഡെബിയുടെ ആ ഒരു സ്റ്റാഫ് പറഞ്ഞതുപോലെ അവസാനത്തെ ആ ഒരു ഡെലിവറി എടുക്കാനായിട്ട് അയാൾ വന്നിട്ടുണ്ട്. കസ്റ്റമറായിട്ട് നേരിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും സാറേ ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫുഡ് എടുത്തുകൊണ്ട് നേരെ ഡോറ് തുറക്കാൻ പോകുന്ന ഡെബിക്ക് ഷോക്ക് അടിച്ച് അവളുടെ തല എന്തോ പോലെ ആയി പോവാണ്. അതായത് ഡോറ് തുറക്കാൻ പറ്റാത്തതുപോലെ. ഇതെന്താന്ന് വെച്ചിട്ട് നമ്മുടെ രഘുവും അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ അവനും ഷോക്ക് അടിച്ച് തെറിച്ച് വീഴാണ്. ഇതേ സമയത്ത് പുറത്തുണ്ടായിരുന്ന കസ്റ്റമർ ഉണ്ടല്ലോ, ഇയാൾ ഉള്ളിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ ആരും ഇല്ലാത്ത, കുറെ നേരമല്ലോ വിളിക്കുന്നത്. ഇയാൾ ഗ്ലാസ്സിലൂടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഉള്ളിലത്തെ ആ ഒരു വിളിച്ചോ ഇവരെ ഒന്നും ഇയാൾക്ക് കാണാൻ കഴിയുന്നില്ല. ഡെബി പരമാവധി ഉറക്കിനെ അയാളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അയാൾക്കത് കാണാനും പറ്റുന്നില്ല. ഇതെന്തുവായത്? ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് മനുഷ്യനെ വെറുതെ മെനക്കെടുത്താനായിട്ട് പറഞ്ഞ് 4 ചീത്തയും വിളിച്ച് ഇയാൾ അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഇതിന് ശേഷമാണ് നമ്മുടെ ഡെബി അതുപോലെ തന്നെ രഘു പിന്നെ ദാവോഷി 3 പേർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇവരെ ഇതിനുള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ആര് ട്രാപ്പ് ചെയ്തു, എന്തിനു ട്രാപ്പ് ചെയ്തു എന്നൊന്നും അറിയില്ല. അത് പൂർണ്ണമായിട്ട് മനസ്സിലായത് ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. ആ സ്ക്രീനിൽ ഇവരുടെ 3 പേരുടെ ചിത്രവും വന്നിട്ടുണ്ട്. ഡെബി അതുപോലെ ദാവോഷി പിന്നെ രഘു. ഇതേ സമയത്ത് അങ്കിളാണെങ്കിൽ എസ്ഐയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ ഒരു അതിഥി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഹോസ്റ്റൽ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതായത് അതിഥി പറയുന്ന കാര്യങ്ങൾ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് എന്തോ ഒരു മന്ത്രം വായിച്ച സമയത്ത് ഇവർ ഒറ്റയടിക്ക് അവിടെ എത്തിയെന്ന്. അപ്പൊ അതിന്റെ ആ ഒരു സത്യം അറിയണല്ലോ. നേരെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു CCTVയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ അങ്കിളും പോലീസുകാരും ചെക്ക് ചെയ്യാണ്. നോക്കുമ്പോൾ അതിഥിയും അവളുടെ കൂട്ടുകാരിയും കൂടിയിട്ട് റൂമിലേക്ക് കയറിപ്പോയ ആ ഒരു സമയം ഏകദേശം 8:15 8:45 അങ്ങനെ എന്തോ ആണ്. കറക്റ്റ് CCTVയിൽ അത് വന്നിട്ടുണ്ട്. എന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അധിക നേരമൊന്നും ആയിട്ടില്ല. അപ്പൊ അതിഥി ചോദിക്കുകയാണ്, ഇതെങ്ങനെ പോസിബിൾ ആണ്? അവളിങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വാർഡൻ പറയാണ്, ഇവരെന്തൊക്കെയോ വെള്ളം അടിച്ചിട്ട് എന്തൊക്കെയോ അനാവശ്യം വിളിച്ചു പറയാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ അങ്കിള് ചോദിക്കുകയാണ്, മേഡം പറയുന്ന ഒന്ന് കേൾക്ക്. ഇവിടുന്ന് ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക്, അതായത് ഡിമോണ്ടി കോളനിയിലേക്ക് 40-45 കിലോമീറ്റർ ഉണ്ട്. ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇവർ 4 പേരും എങ്ങനെ അവിടെ എത്തി? ഈ അതിഥിയാണെങ്കിൽ ഭയങ്കര വിറച്ചുകൊണ്ട് ആ CCTV വിഷ്വൽ അതൊന്നുകൂടെ നോക്കാൻ വേണ്ടി പറയാണ്. സോ അത് നോക്കുന്ന സമയത്ത് ഇവർ ഇവിടുന്ന് പോയി കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതിനുശേഷം അവരുടെ റൂമിലേക്ക് ആരോ ഒരാൾ വെച്ചങ്ങനെ പോവാണ്. കാലിന് എന്തോ പ്രശ്നമുള്ള ആളാണ്. അത് ആരാണെന്ന് വാർഡനോട് ചോദിച്ചപ്പോൾ ഇവരുടെ ഒരു കോളേജിലെ ലൈബ്രറിയൻ ആണ്. അപ്പൊ അതിഥി കൺഫേം ആയിട്ട് പറയാണ്, ഇയാൾക്ക് ഇതിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാത്ത ആ ഒരു പുസ്തകത്തിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നത് ആ ലൈബ്രറിയൻ ആണ്. അയാൾക്ക് ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അതിഥി പറയുമ്പോൾ ഇപ്പൊ ടീച്ചറെല്ലാം വാർഡൻ അവളെ ചീത്ത പറയാണ്, നീ എന്തൊക്കെയാ പറയുന്നത്? അതൊരു പാവം മനുഷ്യനാണ്. വായി തോന്നുന്നത് വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. ഇപ്പൊ അതിഥി വീണ്ടും നമ്മുടെ അങ്കിളിനോടും അതുപോലെ തന്നെ ആ ഒരു SIയോട് പറയുന്നത്, സാറേ സത്യം പറയാണ്, ആ പുസ്തകത്തിനെ കുറിച്ചോ അതിന്റെ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ ശക്തികൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ലൈബ്രറിയൻ അത് ഞങ്ങൾക്ക് തന്നത്. അതിൽ ഞങ്ങൾ വിശ്വസിച്ചു പോയി. സംതിങ് വേറെ എന്തോന്ന് കൂടെ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേറ്റ് വീണ്ടും നമ്മളെ ആ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോവാണ്. കുറെ നേരം അത് തുറക്കാൻ നോക്കിയെങ്കിലും ഡെബിക്കും രഘുവിനും ദാവോഷിക്കും അത് തുറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇവരവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരികയാണ്. കാറിന്റെ ഉള്ളിൽ നിന്നും ഒരു പയ്യൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നാൽ നേരത്തെ പോലുള്ള ആ ഒരു ഭയവും കാര്യങ്ങളും ഇപ്പൊ ഡെബിയുടെ മുഖത്തും രഘുവിന്റെ മുഖത്തും കാണാനില്ല. ആ ഒരു പയ്യനാണെങ്കിലും നോർമലായിട്ട് വാതിലും തുറന്ന് ഉള്ളിലേക്ക് വന്ന് അവസാനത്തെ ആ ഒരു ഡെലിവറി അവൻ എടുത്തിട്ട് പോവുകയാണ്. പയ്യനാണെങ്കിലും നമ്മുടെ ഡെബിയോട്
ഭയങ്കര കൂളായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ എന്നെ അറിയാന്ന് ചോദിക്കുമ്പോൾ പയ്യൻ പറയുന്നു, ആ എനിക്കറിയാം, ഞാനിവിടെ ഇടക്കിടക്ക് വരാറുണ്ട്, എല്ലാവരും നിങ്ങളെ ഡെബി എന്ന് വിളിക്കുന്നത് കേൾക്കാറുണ്ട്, നിങ്ങളാണെങ്കിൽ എപ്പോഴും ബിസിയാണ്. ഓക്കെ, എന്തായാലും സാധനം എന്നാന്നിട്ട് അവൻ ഒരു ഫുഡ് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ കാശും കൊടുത്തു, ചേഞ്ച് ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു ചേഞ്ച് എടുക്കാനായിട്ട് ഡെബി നേരെ ക്യാഷ് കൗണ്ടറിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ CCTV-യിൽ അവൾ എന്തോ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. ഫുള്ളായിട്ടൊരു പുക പോലെ പെട്ടെന്ന് ആ ഒരു അന്തരീക്ഷം മുഴുവനായിട്ട് മാറിയാണ് അവൾ ഒറ്റയ്ക്കായതുപോലെ അവൾക്ക് തോന്നുന്നുണ്ട്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മുറിയിലേക്ക് അവൾ പോവുകയാണ്. പോയി നോക്കുമ്പോൾ രണ്ട് ഭാഗത്തും കണ്ണാടിയാണ്. ഇപ്പൊ ആ ഒരു കണ്ണാടിയുടെ ആ ഒരു മിറർ വേൾഡ് എന്ന് പറയാലോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുകയാണ്, നിങ്ങളുടെ പ്രതിബിംബത്തെ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ആ ഒരു പ്രതിബിംബം ആ ലോകത്തിൽ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ആ ലോകത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിയല്ലോ. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം നടക്കുകയാണ്. അതായത് ഡെബി നോക്കുന്ന ആ ഒരു കണ്ണാടിയിലെ ആ ഒരു മിറർ വേൾഡിന്റെ ഉള്ളിലായിട്ട് ദാവോഷി എന്ന് പറഞ്ഞ ആ ഒരു സന്യാസി പെട്ടെടുക്കുന്നുണ്ട്. അതിന്റെ ഇപ്പുറം ഭാഗത്തായിട്ട് ആ ഒരു പയ്യനും. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നും ആ കണ്ണാടിയുടെ ഉള്ളിൽ നിന്നും പതിയെ ഈ രഘു ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ആദ്യം തന്നെ വരുന്നത് ആ ചെറിയ ചെറുക്കന്റെ അടുത്തേക്കാണ്. അതിക്രൂരമായിട്ട് അവന്റെ കഴുത്ത് ഒരു കമ്പിയിൽ കുത്തി കയറ്റിയിട്ട് അവനെ കൊന്നു കളയുന്നുണ്ട്. ഇതിനുശേഷം ദാവോഷി എന്ന് പറഞ്ഞ ആ ഒരു സന്യാസിയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ വാഷ് ബേസിൽ വെള്ളം തുറന്നിട്ടായിരുന്നു. ആ വെള്ളത്തിൽ അദ്ദേഹത്തെ മുക്കി കൊന്നു കളയുന്നുണ്ട്. പിന്നീട് രഘുവിന്റെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു. അത് വെച്ച് നേരെ ഡെബിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ തലയ്ക്ക് ഒരേറ്റ അടി അടിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി. അതായത് ഇപ്പൊ നടന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ആ കുട്ടി ഹോട്ടലിലേക്ക് വന്നതും സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ട് രഘു ഡെബിയുടെ തല കടിച്ചത് വരെയുള്ള ഈ സംഭവങ്ങൾ ഇവരുടെ തൊട്ട് മുന്നിലുള്ള ആ ഒരു TV-യിൽ അല്ലെങ്കിൽ ആ ഒരു വലിയ സ്ക്രീനിൽ ഇവർ കണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാൻ പോകുന്നതാണ്. ഡിമോണ്ടി കോളനി മൂവിയിലുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണിത്. അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റിയൽ ആണെന്ന് കരുതിയിട്ട് നമ്മളൊരു കാര്യം കാണിക്കും, എന്നാൽ അത് റിയൽ ആയിരിക്കില്ല. അത് ഇവർക്കായിട്ട് തന്നെ ഇവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ ആത്മാവ് കാണിച്ചു കൊടുക്കുന്നതാണ്. ആ ഒരു അമ്പരപ്പിൽ ഇവരവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് അങ്കിളിനെയും പിന്നെ ആ അതിഥിയും കാണിക്കുകയാണ്. അതായത് എന്തോ ഒരു കാര്യം കൂടെ അവൾ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഈ അങ്കിളിന് മനസ്സിലായി. അപ്പോൾ അങ്കിൾ കുറച്ചും കൂടെ രൂക്ഷമായിട്ട് ചോദിച്ചപ്പോൾ അതിഥി അത് പറയാണ്. അതായത് ആ ഒരു മന്ത്രം ചൊല്ലി ഇവർ ആ ഒരു കോളനിയിലേക്ക് എത്തി. അതായത് ഡിമോണ്ടി കോളനിയുടെ ആ കോട്ടയുടെ ഉള്ളിലേക്ക്. അവിടെ വെച്ച് തന്നെ ഇവർക്ക് ആ ഒരു വലിയ മാല, ആ ഒരു പതക്കം കിട്ടിയായിരുന്നു. എന്നാൽ പോലീസുകാരൊക്കെ വന്നിട്ട് ഓരോരുത്തരുടെ ബോഡിയും ഇവരിങ്ങനെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് പേടി കാരണം അതിഥി ഇത് ഇവരുടെ കയ്യിൽ നിന്നും കിട്ടാതിരിക്കാനായിട്ട് അവളൊരു ഉഡായിപ്പ് കാണിച്ചു. അതായത് അവിടെ തന്നെ ഉണ്ടായിരുന്ന രഘു ഉണ്ടല്ലോ, അവന്റെ പോക്കറ്റിലേക്ക് ഈ മാല ഇട്ട് വെച്ചു. പാളി എന്ന് പറയാലോ. പക്ഷെ പണി കിട്ടിയത് അതിഥിക്കോ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടികൾക്കല്ല. അവളിലൂടെ ഒരു നിയോഗം പോലെ അതിപ്പോ രഘുവിന്റെ പോക്കറ്റിൽ എത്തിയിട്ടുണ്ട്. സോ ശരിക്കും പണി കിട്ടിയിരിക്കുന്നത് ഈ രഘു, അതായത് രഘുനന്ദനും ദാവോഷിക്കും നമ്മുടെ ഡെബിക്കുമാണ്. ഇപ്പൊ ദാവോഷിക്ക് എന്താണ് ഈ നടക്കുന്നതെന്ന് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. രഘുവിന്റെ കീശയിൽ നിന്നും ആ ഒരു മാല കിട്ടുകയാണ്. ഇതെങ്ങനെ ഇവിടെ വന്നത്? ഡെബിയും അതുപോലെ തന്നെ രഘുവും ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്ന സമയത്ത് ദാവോഷി പറയാണ്, ഇത് രഘു എടുത്തതല്ല, ഇത് അവന്റെ കീശയിൽ വന്നതാണ്, അത് വിധിയാണ്, അത് നിയോഗമാണ്. ഇതിനുശേഷം ഇവർ ആ ഒരു റെസ്റ്റോറന്റിലെ മറ്റൊരു മുറിയിലേക്ക് പോകണം. അതായത് ഇവിടുത്തെ ആ ഒരു കോലവും കാണുന്ന കാഴ്ചകളും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഇരുട്ട് മുറിയിലേക്ക് ഇവർ പോയി നോക്കിയപ്പോൾ അവിടുത്തെ ഒരു ചുമരിലായിട്ട് ഒരു വല്ലാത്തൊരു സിമ്പല് കണ്ട് ഈ ദാവോഷി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. സാത്താൻ സേവകരുടെ സിമ്പലായിരുന്നു. അതുപോലെ തന്നെ കുരിശ്, അത് തിരിച്ചു വെച്ചതുപോലെയും പിന്നെ 666 എന്ന് ഒരുപാട് തവണ ആ ഒരു ചുമരിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ദാവോഷിയോട് ഡെബി ചോദിക്കുന്ന സമയത്ത് ദാവോഷി ആ കാര്യം പറയാണ്. അതായത് 1600 കാലഘട്ടങ്ങളുണ്ടായിരുന്നു ഒരുപാട് സാത്താൻ സേവകര്. അവർ മനുഷ്യരെ സാത്താന് വേണ്ടി ബലി കൊടുക്കുമായിരുന്നു. അതിനു മുന്നേ അവർ വരച്ചു വെച്ച അല്ലെങ്കിൽ വരയ്ക്കുന്ന പൂജയുമായി ബന്ധപ്പെട്ട ഒരു സിമ്പലാണിത്. അതായത് ഡിമോണ്ടിയുടെ ആ ആത്മാക്കളെ എടുക്കുന്ന ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, അതായത് ഓരോ 6 വർഷം കൂടുമ്പോൾ ജൂൺ 6-ാം തീയതി ഓരോ ആൾക്കാരെയും കൊന്ന് അവന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകല്ലോ. അതൊരു സൈക്കിളാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് നടക്കുന്നുണ്ട്. ആ സൈക്കിളിനെയാണ് നമ്മളിപ്പോ ബ്രേക്ക് ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെകുത്താന്റെ ശക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു പൈശാചികതക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതുകൊണ്ട് അവരായിട്ട് തന്നെ ഈ ട്രാപ്പിലേക്ക് ഇവരെ കൊണ്ടുവന്നതാണ്. ഇവിടെ വെച്ച് ഇവരെ കൊന്ന് ആ സൈക്കിള് പൂർത്തിയാക്കാനായിട്ട്. ഇതെല്ലാം കേട്ട് രഘു ആകെ കിടന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. കാരണം ബേസിക്കലി ഇവനൊരു സെൽഫിഷ് ആണ്. പൈസക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് സ്വന്തം ജീവനിൽ പേടിയില്ലാതിരിക്കോ. സോ അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഈ ദാവോഷിയോട് പറയുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഇവര് കാണുകയാണ്. ആ ഹാൾ അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്തു കൂടെ കയ്യിൽ വിളക്കം പിടിച്ച് കറുത്ത വസ്ത്രം ധരിച്ച കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ്. അതായത് കാര്യമായിട്ടുള്ള എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ചടങ്ങ്, സംതിങ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കാൻ പോവാണ്. അതെന്താണെന്ന് മനസ്സിലായ ദാവോഷി പറയാണ്, എത്രയും പെട്ടെന്ന് ഇതിനെ തടുത്തേ മതിയാവൂ. വേഗം തന്നെ കിച്ചന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. അവിടുത്തെ ആ ഒരു ഗ്ലാസ് തുറന്ന് ഇപ്പൊ ഡെബിയെയും രഘുവിനെയും പുറത്താക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, നിങ്ങൾ ഈ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഈ ദാവോഷി ആ വാതിൽ ക്ലോസ് ചെയ്യാണ്. ഇതേ സമയത്തിന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശ്രീനിവാസനെ കാണിക്കുകയാണ്. അവന്റെ ബോധമില്ലാത്ത ആ ഒരു ശരീരത്തിലും എന്തോന്ന് നടക്കാൻ പോകണം. അപ്പൊ അവിടെയുള്ള സന്യാസിമാർക്കും ഇത് മനസ്സിലായിട്ട് അവരുടെ ആ ഒരു പൂജയുടെ കടുപ്പം ഒന്ന് കൂട്ടുകയാണ്. ഇവരുടെ മുഖത്ത് ഒരു പ്രത്യേക തരം കവചം ഇവർ ധരിക്കുന്നുണ്ട്. എന്നിട്ട് കൂടുതൽ ശക്തിയായിട്ടുള്ള മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ദാവോഷിയെ നോക്കുകയാണെങ്കിൽ ദാവോഷിക്ക് മനസ്സിലായി ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതായത് ഡിമോണ്ടിയുടെ ആ ഒരു മാല, ആ ഒരു പതക്കം അത് നശിപ്പിക്കേ മതിയാവുള്ളൂ. സോ വേഗം തന്നെ ദാവോഷി ആ ഒരു മാല മുന്നിൽ വെച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാന്ത്രിക വാൾ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ രക്തമാക്കിയിട്ട് ചില മന്ത്രങ്ങൾ ചൊല്ലി ആ മാലയിലേക്ക് ആ രക്തമാക്കി ആ മാല കയ്യിലേക്ക് പിടിക്കുകയാണ്. ഇതേ സമയത്ത്
സമയത്ത് തന്നെ ചുട്ടു പഴുക്കുകയാണ് ആ ഒരു മാല. അതിന്റെ കൂടെ തന്നെ എവിടുന്നാന്നറിയില്ല ഒരുപാട് വവ്വാലുകൾ ഈ ഒരു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇപ്പൊ ആ ഒരു മാലയാണെങ്കിൽ ചുട്ടു പഴുത്ത് അതിന്റെ ആ ഒരു തീ അതിപ്പോ ദാവോഷിയുടെ കൈയുടെ പകുതി വരെ വന്ന് നിൽക്കുന്നുണ്ട്. കൊടൂരമായിട്ടുള്ള എന്തോ ഒന്ന് ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. കാരണം ശ്രീനിവാസന്റെ ദേഹത്ത് ഇവർ വെച്ചായിരുന്ന ആ ഒരു മാന്ത്രിക പുതപ്പ് അതുവരെ തെറിച്ചു പോയിരിക്കുകയാണ്. ശ്രീനിവാസന്റെ അടുത്തുണ്ടായിരുന്ന ആ മന്ത്രവാദികൾ വരെ, ആ ഒരു ബുദ്ധ സന്യാസികൾ വരെ ഇപ്പൊ ഭയന്നിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവൻ വരുന്നുണ്ട്. ആരാ വരുന്നത്? ഡിമോണ്ടി. കഥ ഒരുപാട് നീണ്ടു പോയത് കൊണ്ട് തന്നെ ഇതിന്റെ രണ്ടാം ഭാഗം നമുക്ക് നാളെ കേൾക്കാം. ഉറപ്പായിട്ടും ഇതിന്റെ രണ്ടാം ഭാഗം നാളെ തന്നെ ഉണ്ടാവും. ഇനി ഒരു ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ ഒരു ബോക്സ് വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ രണ്ടാം ഭാഗത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.